فتلك مظاهر لا 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 ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ ഇന്നിതാ മാത്സ് എക്സാമാണ്. ചിരിയൊന്നും നോക്കണ്ട, മാത്സ് എക്സാമാണ്. അതേപോലെ റമദാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നോമ്പുമാണ്. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിനി നോമ്പും എക്സാമും കൂടിയുള്ള ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ പുലർച്ചയ്ക്ക് നീച്ചിക്കാണ്. സമയം 4:45 5 മണിക്കാവുന്നുണ്ട്. ഇനി അത്തായം കഴിക്കണം, അത് കഴിഞ്ഞിട്ട് പഠിക്കും വേണം. പിന്നെ സൈലത്തിലെ മോർണിംഗ് ബൂസ്റ്റർ കാണുകയും ചെയ്യണം. അങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇങ്ങനത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് പഠിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം അത്തായം കഴിക്കാം. അപ്പോൾ അത്തായത്തിന് എന്താ വെച്ചാൽ മീൻ പൊരിച്ചതും ചെരങ്ങക്കറിയും പിന്നെ അച്ചാറും തൈരൊക്കെ. ഇനി ചെരങ്ങക്കറി ഞാൻ കൂട്ടാത്തതുകൊണ്ട് അച്ചാറും തൈരൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിസ്കരിച്ച് വന്നിട്ടാണ് ഞാൻ. ഇന്നലെ ആക്ച്വലി ഞാൻ വീട്ടിലില്ലായിരുന്നു. ഇമ്മൻ്റെ അനിയത്തി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയതിനി, അതുകൊണ്ട് ഇന്നലെ വീട്ടിലില്ലേനി. അപ്പോൾ ലൈവ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഇന്നിപ്പോൾ നേരം വൈകിയാണ് നീച്ച് കാണിച്ചാൽ ഇന്നലെ നേരം വൈകിയാണ് കിടന്നു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് നേരത്തെ നീക്കാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ ലൈവ് കാണുന്നില്ല. പക്ഷേ ഞാൻ സൈലത്തിലിങ്ങനെ ഓടിച്ചിങ്ങനെ വിട്ടപ്പം ഞാൻ വീഡിയോസിലിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു 4-5 ചാപ്റ്റർ ഒരു 7 മിനിറ്റിലോ അങ്ങനെ എന്തോറ്റെ. അപ്പോൾ ഞാൻ ആ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ഒന്ന് ഫുള്ളായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിലും മെയിനായിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ബാക്കിയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാമെന്നുള്ള ഒരു ഇതിൽ ഞാൻ ആ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കി ഞാൻ എൻ്റെ കയ്യിലെ നോട്ട്സ് നോക്കുകയാണ്. അതേപോലെ അതിൽ നിന്ന് കിട്ടുന്ന നോട്ട്സ് ഞാൻ അതേപോലെ നോട്ട്ബുക്കൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ക്ലാസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ കൂടുതൽ സമയമില്ല, എന്നുവെച്ചാൽ കുറേ പറഞ്ഞു തരുന്നുണ്ട്, മനസ്സിലാവണമുണ്ട്. അത് കണ്ട് ഞാനിങ്ങനെ ഓരോന്ന് പഠിക്കുക. മെയിനായിട്ട് ലൈവ് കേൾക്കാത്തതിന് കാരണം എന്താ വെച്ചാൽ മാത്സിൽ ഇപ്പോൾ നടന്ന എക്സാമിൻ്റെ ക്ലാസ്സുകളൊക്കെ ലൈവൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 4-5 വീഡിയോസ് ഉണ്ട്. കാരണം കുറേ സമയം ഉണ്ടല്ലോ നമുക്ക് എക്സാമിന് ഉണ്ടല്ലോ. അപ്പോൾ 4-5 വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാനുള്ള നേരം എനിക്കില്ല. പിന്നെ ഒറ്റ ലൈവിൽ തന്നെ ഒരു ചാപ്റ്റർ മൊത്തമാണെങ്കിൽ നമുക്ക് കാണും. ഇതിപ്പോൾ 3-4-5 വീഡിയോസ് ഉണ്ട് എല്ലാം കൂടി മനസ്സിലാക്കണമെങ്കിൽ. അപ്പോൾ എനിക്ക് എങ്ങനെയായാലും നേരം ഉണ്ടാവില്ല. അപ്പം കുറഞ്ഞ സമയത്തിൽ അത്യാവശ്യം പാടൊക്കെ പഠിക്കാൻ കഴിഞ്ഞ ക്ലാസ് കേൾക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഈ തൽക്കാല നേരത്ത് പഠിക്കാതിരിക്കുന്ന ആളാണ്. വെച്ചാൽ മടിയനും വല ചുമയ്ക്കുമെന്ന് പറഞ്ഞ അവസ്ഥയാണ് എൻ്റെത്. പരീക്ഷയുടെ തലേന്നാവണം, ഒരു ഡെഡ് ലൈനിൽ എത്തിയാലേ ഞാൻ എന്ത് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ആ ലൈവുകളൊന്നും ഇതിന് മുന്നേ കണ്ടിട്ടില്ലേനി. അപ്പോൾ ഞാൻ പിന്നെ ഈ ക്ലാസ് കേൾക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഈ ക്ലാസ്സിൽ ഏതൊക്കെയാണ് ചാപ്റ്ററിൽ അതൊക്കെ ഒന്ന് ശരിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യിലെ നോട്ട്സ് ഇല്ലേ, നമ്മളെ സ്കൂളിൽ നിന്ന് തരുന്നത്, ആ നോട്ട്സ് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. മാത്സിന് എനിക്കിപ്പോൾ ഏകദേശം 4 നോട്ട്ബുക്ക് ആയിട്ടുണ്ട്. അന്നാത്തന്നെ ഞാൻ കുറേ എഴുതാത്തതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് ഇങ്ങനെ മറിച്ച് ഇങ്ങനെ നോക്കുകയാണ്. പ്രാക്ടീസ് ചെയ്യണമെന്നില്ല കാര്യമായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് ലൈവ് കാണാനുള്ള നേരമൊന്നും ഇല്ലേനി. പിന്നെ ഞാൻ ഇന്നലെ വീട്ടിലില്ലേനി. രാത്രി കുറേ നേരമായിരുന്നു പെരയിലെത്തിയപ്പോൾ. അപ്പം സൈലത്തിലൊരു ക്ലാസ് കണ്ടിട്ട്, ഒരു വീഡിയോ ക്ലാസ്സാണ്, റെക്കോർഡ് ചെയ്ത ക്ലാസ്സാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ പാടൊക്കെ എന്താന്ന് എല്ലാതും ഇല്ല, അതിൽ 5-6 ചാപ്റ്റർ ഉള്ളൂ. അപ്പോൾ പാടൊക്കെ എന്താണെന്നുള്ളതെന്ന് ചെറുതായിട്ട് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള നോട്ട്സ് വെച്ച് ഇങ്ങനെ ഇതാക്കിയാണ്. പിന്നെ എൻ്റെ അമ്മീപ്പിയും പറഞ്ഞിനി ഓർമ്മ നോക്കി പഠിച്ചാൽ ഇജല്ലേ പകുതി മുക്കാൽ ഫോണിൽ കളിച്ച് തീർക്കുള്ളൂ. പിന്നെ ചെറുതായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സാരമില്ല, ഈ ലാസ്റ്റ് സമയത്ത് അങ്ങനെ കഴിക്കാൻ നല്ലൊരു കുറ്റബോധം ഉണ്ടെന്ന് വെച്ചാൽ ഇതിന് മുന്നേ പഠിക്കുകയിനി എന്നുള്ളൊരു എനിക്ക് എത്ര സമയം ഉണ്ടായാലും 6 ദിവസം ഞാൻ വെറുതെ 6 ദിവസമൊന്നുമില്ല, കുറേ ദിവസം ഫിസിക്സ് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ കളിച്ചിട്ടായിരുന്നു. പഠിച്ചാൽ മതിയെന്നുണ്ട്. സോ ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ അറിയണമൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കുകയാണ്. പിന്നെ അതേപോലെ നമുക്കിനി സൈലത്തിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്ലാസ്സും കൂടി കാണാനുണ്ട്. 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ എന്താ വെച്ചാൽ ലൈവ് തീരാ നേരത്ത് കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ട് കാണാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു 7 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ TV ഇടാതെ വിചാരിച്ചു. TV പോയിട്ട് മോർണിംഗ് ക്ലാസ് ഇട്ടു. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഇത് കേൾക്കാനുള്ള ഒരു നേരമില്ല. എനിക്ക് ചെറിയ ടാസ്കുകളൊക്കെ ഉണ്ട്. യൂണിഫോം അങ്ങനത്തെ ഓരോന്ന് എടുത്തേക്കാനും അതാക്കാനും ഇതാക്കാനും ഒക്കെ ഉണ്ട്. അപ്പം അത് കേൾക്കാനുള്ള ഒരു ഇതുമില്ല. എന്നാലും ഞാൻ കുറച്ച് നേരം ADൻ്റെ ക്ലാസ് കണ്ടു. ADൻ്റെ ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. AD സാറിൻ്റെ അടിപൊളിയാണ്. അപ്പോൾ ഞാനത് കുറച്ച് നേരമൊക്കെ കണ്ടു. എൻ്റെ ഫിസിക്സ് എക്സാം സത്യം പറഞ്ഞല്ലോ ഊമ്പിയ അവസ്ഥയാണ്. ഞാൻ പെട്ടെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മാത്സിൽ ഒരു ചെറിയ കുറ്റബോധം ഉണ്ട്. 2-3 ദിവസം മുന്നേ പഠിച്ചാൽ മതിയെന്ന്. എൻ്റെ ഫിസിക്സ് എക്സാം ഊമ്പിയ അവസ്ഥയാണ്. മാത്സിന് എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് ഏതായാലും ആ ക്ലാസ് കാണാനുള്ള ഒരു നിവർത്തിയുമില്ല. എനിക്ക് ഒരുപാട് ടാസ്കുകളും ഒരുപാട് മീൻസ് അങ്ങനെ ഇല്ല, എന്നാലും കുറച്ച് ടൈമിന് എനിക്കില്ല. അപ്പോൾ ഞാൻ മേൽക്ക് വന്നിക്കുകയാണ്. എനിക്ക് എക്സാമിനുള്ള
സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. എൻ്റെ ജോമെട്രിക്കൽ ബോക്സ് കൂടി ഞാൻ എടുത്ത് വെച്ചില്ല, അത് എവിടെയാണെന്ന് ഞാൻ തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പഠിച്ചിക്കണോ പഠിച്ചില്ലേ. ഞാൻ ജോമെട്രിക്കൽ ബോക്സ് നോക്കുമ്പോൾ ഉണ്ട്, അതിൻ്റെ പെട്ടി മാത്രമേ ഉള്ളൂ, ബോക്സ് കാണില്ല. എനിക്കത് തിരയണം. ഇതെൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് അതേപോലെ തന്നെ പെയിൻറ്റിങ് ഐറ്റംസ് ഒക്കെ വെക്കണ ഡ്രോയറാണ്. അതിൻ്റെ ഉള്ളിൽ 4 അലങ്കോലമൊക്കെ എടുക്കുകയാണ്. അത് ഈ ക്രാഫ്റ്റും ഇതൊക്കെ ചെയ്യണവർക്ക് അറിയാം. നമ്മളെന്ത് വെച്ചാൽ പിന്നെ അടുത്ത സാധനം എടുക്കുമ്പോൾ പിന്നെയും വലിച്ചിടും. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തികേടാണ്. അങ്ങനെ അതൊക്കെ പിന്നെ കിട്ടി. ഞാൻ പിന്നെ യൂണിഫോം ഇന്നലെ തന്നെ അയൺ ചെയ്ത് വെച്ചിനി. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ അയൺ ചെയ്ത് വെച്ച്. എനിക്കറിയാം നാളെ ഉറപ്പായിട്ടും നേരം ഉണ്ടാവില്ല അത്. അപ്പം എനിക്ക് ഏതായാലും ലൈവ് കാണാനൊരു നിർത്തിയില്ല. അപ്പോൾ എനിക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കാനുള്ള നേരമില്ല. ഇനി ഞാൻ പെട്ടെന്നീല് കുളിച്ച് മാറ്റിയ ഒരു ഓട്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, സോറി. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന കാട്. എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളിയായി. ഞാൻ വിചാരിച്ചാലും സിമ്പിളായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആക്കുക. ഫിസിക്സ് കുറച്ച് ടഫ് ഇനി അത് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെങ്കിൽ കമൻറ്റ് ആക്കുക. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, എന്താ പറയുക, സ്റ്റഡി വ്ളോഗ് എന്ന്. ഞാൻ ഒരു പരീക്ഷ തലേന്ന് പഠിക്കുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു മടി കൊണ്ടാണ് ഞാൻ വിടാത്തത്. അപ്പം ഞാനിനി അടുത്ത എക്സാം നമുക്ക് മലയാളമാണ്. എങ്ങനെയായാലും ബയോളജിയുടെ എക്സാമാണ് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ബയോളജി പഠിക്കുന്ന ഒരു സ്റ്റഡി വ്ളോഗ് അടുത്ത വീഡിയോ ആയിട്ട് വിടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.